ദ ഹീലിംഗ് ഓറ യോഗ സ്റ്റുഡിയോ 12-week ഹെൽത്ത് റീസെറ്റ് ചാലഞ്ചിൻ്റെ 8ാമത് ആഴ്ച ജനുവരി 29 മൺഡേ. നമ്മളൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റിലാണ് എത്തി നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ ബോഡിക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഹാസ് എൻ ഇന്നേറ്റ് പ്രോസസ് ടു ഡു ഇറ്റ്. നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് അതിനെ മറച്ചു വയ്ക്കുകയാണ്. നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സോ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളോ ആയിരിക്കാം ഇതിനൊരു കാരണം. പക്ഷേ അതിനെ വെറുതെ വിടുകയാണെങ്കിൽ, വേറെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനറിയാം എന്താണ് വേണ്ടതെന്നും എന്താണ് വേണ്ടാത്തതെന്നും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരിക, അത് നിങ്ങൾ എക്സസൈസ് ചെയ്യുക, അതായത് ആ അവെയർനെസ് നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് അൾട്ടിമേറ്റ്ലി ഹെൽത്ത് റീസെറ്റ് ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഗൈഡ് ലൈനിൻ്റെ ഭാഗമായിട്ട് പറയട്ടെ, നിങ്ങളുടെ വിശപ്പ് അല്ലെങ്കിൽ അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് ഒരു മൂവിങ് എൻറ്റിറ്റിയാണ്. മൂവിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മാസം കഴിക്കുന്നത് പോലെയല്ല അടുത്ത മാസം കഴിക്കുക, ചൂടുള്ള കാലത്ത് കഴിക്കുന്ന പോലെയല്ല ഒരു മഴക്കാലത്തോ തണുപ്പുള്ള കാലത്തോ കഴിക്കുക. ഇത് മാറിക്കൊണ്ടേയിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, നിങ്ങൾ എത്ര ഉറങ്ങുന്നു, നിങ്ങൾക്ക് എത്ര വർക്ക് ലോഡ് ഉണ്ട്, നിങ്ങൾ ആരുടെ കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, എവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്, എല്ലാം തന്നെ നിങ്ങളുടെ വിശപ്പിനെ ബാധിക്കുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ബുഫേ ഡിന്നർ കഴിക്കാൻ പോവുകയാണെങ്കിൽ അന്ന് ഉച്ചയ്ക്കും പറ്റുകയാണെങ്കിൽ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും. എന്നിട്ട് ഈ ബുഫേ പോയി കണ്ടമാനം കഴിക്കും. എന്നിട്ട് പറയും 2 ദിവസവും കൂടി കഴിക്കാണ്ടിരുന്നാലേ ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ പറ്റുള്ളൂ. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയായിരിക്കും. പ്ലീസ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളുടെ ബോഡിയിൽ അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല. ഇന്ന് കഴിച്ചിട്ട് 2 ദിവസം കഴിക്കാണ്ടിരുന്നാൽ അതിൻ്റെ ഫലമോ നിങ്ങൾക്ക് ദൂഷ്യം തന്നെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്ലീസ് ഈറ്റ് ഗിൽറ്റ് ഫ്രീ. നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ഭക്ഷണമാണ്, നിങ്ങളിനി അടുത്ത കൊല്ലോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഈ ഭക്ഷണം കഴിക്കില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സന്തോഷമായിട്ട് കഴിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഗൈഡ് ലൈൻ ഇതാണ്. നിങ്ങൾ എത്ര ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുന്നു ഒരു ദിവസം, ഒരു നേരം, അതിൻ്റെ പകുതി മാത്രം നിങ്ങൾ നിങ്ങളുടെ പ്ലേറ്റിൽ വിളമ്പിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ എത്ര നേരം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു അതിനിരട്ടി സമയമെടുത്തത് കഴിക്കുക. ഞാൻ ഭക്ഷണം കൊണ്ടുപോകുന്ന ആളാണ്, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഭക്ഷണം സാധാരണ എടുക്കണ പോലെ എടുക്കുക. പക്ഷേ കഴിക്കുമ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സമയം ഉപയോഗിച്ചത് കഴിക്കുക. അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡി അവെയർ ആവുക. ചിലപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് അത്രയും ക്വാണ്ടിറ്റി വേണ്ടായിരിക്കും. നമ്മൾ ഭക്ഷണ സമയത്തിന് കഴിക്കാതിരിക്കുന്നതും ആവശ്യത്തിന് അളവിൽ കഴിക്കാതിരിക്കുന്നതും കൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ആവശ്യമില്ലാത്ത ഫുഡ് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനത്തെ ആവശ്യമില്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കഴിക്കേണ്ടി വരിക. എക്സസൈസ് വൈസ് നമ്മൾ ഇപ്രാവശ്യം സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ താടാസന മുതലുള്ള നിങ്ങളുടെ എക്സസൈസസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. സൂര്യ നമസ്കാരത്തിൻ്റെ 12 പോസുകളിൽ ഒരു 5-6 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഞങ്ങളിത് ചെയ്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യ നമസ്കാരം മുഴുവനായിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ആസനാസ് ഒറ്റയ്ക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൂര്യ നമസ്കാരത്തിലെ 12 പോസുകൾ കാണിച്ചുകൊണ്ടുള്ള എക്സസൈസ് വീഡിയോ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ അതിൽ 4 ഘടകങ്ങളാണുള്ളത്. ഒരു 4S. അതിൽ ഒന്ന് സ്ട്രെച്ചിങ് ആണ്, 2ാമത് സ്ട്രെങ്ത് ആണ്, 3ാമത് സ്റ്റാമിന, 4ാമത് സ്റ്റെബിലിറ്റി. ഒരു ചെലവും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ 4 ഫിറ്റ്നസ് ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂര്യ നമസ്കാരം. ഈ സൂര്യ നമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് വേറെ ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. ഓക്കെ. അപ്പോൾ സൂര്യ നമസ്കാരം നമ്മൾ ഈ ആഴ്ച ഒരു റൗണ്ടാണ് പറയുന്നത്. അത് ആ സ്ലോ പേസിൽ തന്നെ ചെയ്യുക. ഈ സൂര്യ നമസ്കാരം പല പേസുകളിൽ ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോന്നിനും ഓരോ ഗുണമാണുള്ളത്. ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും സ്ലോ പേസിൽ മാത്രം സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യുക. ഈ ആഴ്ച ഒരു റൗണ്ട് മാത്രമേ ചെയ്യുള്ളൂ. ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഒരു പ്രാവശ്യം, ലെഫ്റ്റ് സൈഡ് ഒരു പ്രാവശ്യം. ഇതാണ് ഈ പ്രാവശ്യത്തെ ഗൈഡ് ലൈൻ. താങ്ക് യു സോ മച്ച്.
നമസ്കാരം.